السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدئ الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت فمنهم من هدى الله ومنهم من حقت عليه الضلالة فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. يا رب ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ച റബ്ബിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹ്ഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള പിഴവുകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാമയെ കുറിച്ചാണ് കുറഞ്ഞ നേരം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാൻ, പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു പ്രവാചകനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്തേക്ക് പറഞ്ഞയക്കുന്നത്
ആ സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത് മർമ്മമായ കാതലായ ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ്. വേറെ ഏതൊക്കെ തിന്മകൾ ആ നാട്ടിലുണ്ടായിരുന്നാൽ പോലും ആ തിന്മകളോടൊക്കെ പ്രതികരിക്കുന്നതിന് മുമ്പ് ഒന്നാമതായി ആദ്യമായി അംബിയ മുർസലീങ്ങൾ മുഴുവൻ തന്നെ പ്രതികരിച്ചതും സമൂഹത്തെ പഠിപ്പിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല എന്ന യഥാർത്ഥ തൗഹീദിന്റെ സന്ദേശമായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ, തീർച്ചയായും എല്ലാ ഉമ്മത്തിലേക്കും നാം പ്രവാചകന്മാരെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയോ? അനിഅ്ബുദുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറയാൻ, റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയാൻ, ആ റബ്ബിന് മാത്രം നേർച്ച വഴിപാടുകൾ കൊടുക്കണമെന്ന് പറയാൻ, ആ റബ്ബല്ലാത്ത ഒരാളിലേക്കും നിങ്ങൾ സഹായം തേടരുത് എന്ന് പറയാൻ, എല്ലാ ദുർമൂർത്തികളെയും അല്ലാഹു പുറമെ നിങ്ങൾ ആരാധിക്കുന്ന പ്രതീക്ഷിക്കുന്ന എല്ലാ ദുർമൂർത്തികളെയും നിങ്ങൾ വെടിയണമെന്ന് പറയാൻ വേണ്ടി എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ അല്ലാഹു അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം എന്നുള്ളത്. ബനു ഇസ്രായേലിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ള ഒരു ഗോത്രമാണ്, ഒരു ജനപദമാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. യഅ്കൂബ് നബി അലൈഹിസ്സലാമയെയാണ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. ആ യഅ്കൂബ് നബിയുടെ 12 മക്കൾ, ആ മക്കളെയാണ് ബനു ഇസ്രായേൽ എന്ന് പഠിക്കുന്നതും പറയുന്നതും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പാറയിൽ വടിവെച്ചടിച്ചപ്പോൾ അതിൽ നിന്ന് ഉറവ പൊട്ടി എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എത്ര ഉറവയായിരുന്നു? അത് 12 ആയിരുന്നു. എന്തേ? തഫ്സീറുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ യഅ്കൂബ് നബിയുടെ 12 മക്കൾ 12 ഗോത്രങ്ങളായിരുന്നു. ആ 12 ഗോത്രങ്ങൾക്കും സുഭിക്ഷമായി വെള്ളം കുടിക്കാൻ എന്ന അർത്ഥത്തിൽ 12 ഉറവകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാറക്കല്ലിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സഹോദരങ്ങളെ, എന്തായിരുന്നു ചരിത്രം? പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിന്റെ 35, 37 അങ്ങനെയുള്ള വചനങ്ങളിൽ കാണാം. ഇത് ഖാലത്ത് ഇംറഅത്തു ഇംറാൻ, ഇംറാനിന്റെ ഭാര്യയുണ്ടല്ലോ, അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥന എന്നറിയോ? അവളുടെ നേർച്ച എന്താണെന്നറിയോ? റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, അല്ലാഹുവേ എന്റെ ഗർഭത്തിലുള്ള ഈ കുട്ടിയെ നിനക്ക് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു റബ്ബേ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഇമ്രാനിന്റെ ഭാര്യയാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥന എന്നറിയോ? എന്റെ കുട്ടിയെ റബ്ബേ നിനക്ക് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഫതഖബ്ബൽ മിന്നീ, എന്നിൽ നിന്ന് അത് സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നക അൻതസ് സമീഉൽ അലീം, നീയാണ് എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ. അതുകൊണ്ട് തന്റെ വയറ്റിലുള്ള കുട്ടിയെ ഒരുപക്ഷെ ആണായിരിക്കുമെന്ന ചിന്തയിൽ തന്നെ ഇമ്രാനിന്റെ ഭാര്യ നേർച്ച ചെയ്യുമ്പോ സഹോദരങ്ങളെ, ആ പെണ്ണ് പ്രസവിക്കുകയാണ്. ഫലമ്മാ വദഅത്ഹാ,
അവൾ പ്രസവിച്ചപ്പോ ഖാലത്ത് അവൾ പറഞ്ഞു റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ, അല്ലാഹുവേ ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ്. വല്ലാഹു അഅലമു ബിമാ വദഅത്, ഞാൻ എന്താണ് പ്രസവിച്ചതെന്ന് എന്നേക്കാൾ നന്നായി അറിയുന്നവനാണല്ലോ അല്ലാഹ് നീ. അതുകൊണ്ട് തന്നെ വലൈസ സദഖറു കൽ ഉൻസാ, ഒരിക്കലും ഒരു ആണിനെ പോലെയല്ല ഒരു പെണ്ണ് എന്നുള്ളത് റബ്ബേ നിനക്ക് അറിയുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ് എന്ന് മഹദിയായ ഇമ്രാനിന്റെ ഭാര്യ പറയുന്ന രംഗങ്ങളെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വ ഇന്നി സമ്മൈതുഹാ മറിയം, ഞാൻ ആ കുട്ടിക്ക് മറിയം എന്ന പേരാണ് കൊടുക്കുന്നത്. മറിയം എന്ന ആ കുട്ടിക്ക് പേരിടുകയും വ ഇന്നി ഉഈദുഹാ ബിക വ ദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, എന്നിട്ടോ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പിശാചിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹുവേ ഈ കുട്ടിക്കും ഇതിന്റെ സന്താന പരമ്പരകൾക്കൊക്കെ നീ രക്ഷ കൊടുക്കണേ എന്ന പ്രാർത്ഥനയാണ്. ഫതഖബ്ബലഹാ റബ്ബുഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേർച്ചയെ സ്വീകരിക്കുകയാണ്. ബിഖബൂലിൻ ഹസനിൻ, പൂർണ്ണ അർത്ഥത്തിൽ നല്ല രൂപത്തിൽ അതിനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ബഅദ വഫാത്ത് ഇമ്രാൻ, ഇമ്രാനിന്റെ വഫാത്തിന് മരണത്തിന് ശേഷം അസ്ബഹത്ത് മറിയമു ഫീ കഫാലത്തി സക്കരിയ അലൈഹിസ്സലാം, അത്രയും നാള് നോക്കിയതാരാ? ഇമ്രാനാണ്. ഇമ്രാനിന്റെ വഫാത്തിന് ശേഷം ആ ഒരു ഉത്തരവാദിത്വം ആരിലേക്ക് കടന്നു വരികയാണ്? സക്കരിയ നബി അലൈഹിസ്സലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാം ആരാണെന്നറിയോ? ആ സക്കരിയ നബി അലൈഹിസ്സലാം ഈ കഫാലത്ത് ഏറ്റെടുക്കുകയാണ് അല്ലേ? അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് സൂറത്തു ആലി ഇംറാനിൽ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാം, വഖഫലഹാ സക്കരിയ കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ, സക്കരിയ നബി ഈ കഫാലത്ത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാ സമയത്തിലേക്കും മിഹ്റാബിന്റെ അടുക്കലേക്ക് അങ്ങ് ചെന്ന് കഴിയുമ്പോ വജദ ഇൻദഹാ റിസ്ഖാ, അവിടെ ഇതാ ഭക്ഷണം കാണുകയാണ് സക്കരിയ നബി. എന്താ ഒരു ഭക്ഷണം കണ്ട ഇത്ര അത്ഭുതം ഇല്ലേ? എന്താ ഒരു ഭക്ഷണം കണ്ട ഇത്ര അത്ഭുതം? സക്കരിയ നബി കണ്ട ഭക്ഷണം ആ കാലഘട്ടത്തിൽ കിട്ടാത്ത ഭക്ഷണമാണ്. ആ മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ലാത്ത, അന്ന് ആ നാട്ടിൽ കിട്ടാത്ത ഭക്ഷണങ്ങളാണ്, പഴങ്ങളാണ്, അങ്ങനെയുള്ള വിഭവങ്ങളാണ് മറിയം ബീവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതല്ലേ അത്ഭുതം? അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അത്ഭുതമുള്ള? സക്കരിയ നബി അലൈഹിസ്സലാം അവിടുന്ന് മറിയം ബീവിയോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം? അന്നാ ലക്കി ഹാദാ, എവിടുന്നാ മറിയമേ ഈ ഭക്ഷണമൊക്കെ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോ മറിയം ബീവിയുടെ മറുപടി എന്താണെന്നറിയോ? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് എന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഭക്ഷണമാണ്, അല്ലാഹ് എനിക്ക് തരുന്ന ഭക്ഷണമാണ്, എന്റെ റബ്ബാണ് എനിക്ക് ഭക്ഷണം നൽകിയത്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, നമ്മളൊക്കെ അടിവരയിട്ട് വായിച്ചു പഠിക്കേണ്ട ഭാഗമാണ്. അല്ലാഹു ഒരാൾക്ക് റിസ്ക് നൽകും, എങ്ങനെയാണെന്നറിയോ? ബിഗൈരി ഹിസാബ്, ഒരു നിലക്കുമുള്ള ആ നിലക്കും ഒരു തോതും നോക്കാതെ, അതിന്റെ മാർഗങ്ങളെയും പരിഗണിക്കാതെ അല്ലാഹു ഒരാൾക്ക് റിസ്ക് നൽകുന്നതാണ്. സഹോദരങ്ങളെ, അപ്പോ അല്ലാഹു പഠിപ്പിച്ച രൂപങ്ങളിൽ റിസ്കിനെ തേടുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. സഹോദരങ്ങളെ, അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാമയുടെ കഫാലത്തിൽ മറിയം ബീവി ഇങ്ങനെ ജീവിക്കുമ്പോ ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. വൈദ ഖാലത്തിൽ മലായിക, മലക്കുകൾ വന്നുകൊണ്ട് മറിയം ബീവിയോട് പറയുന്നുണ്ട്, യാ മറിയമു, ഏ മറിയമേ, ഇന്നല്ലാഹ
അസ്തഫാകി വതുഹിറികി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും വെച്ച് അവരിൽ പരിഗണിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല പെണ്ണായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. യാ മറിയമു ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅർ റാക്കിഈൻ. സുജൂദും റുകൂഉം ഒക്കെ ചെയ്യുന്ന ആളുകളുടെ കൂടെ നീ ചെയ്യണമെന്ന് പ്രത്യേകം കൽപ്പന കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മറിയം ബീവിയെ ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഹൈറായിട്ടുള്ള പെണ്ണായി അല്ലാഹു തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. കാരണം മറിയം ബീവി ആരാ? അവളുടെ ഗുഹ്യസ്ഥാനത്തെ കൃത്യമായി സൂക്ഷിച്ച പെണ്ണാണ് മറിയം ബീവി എന്നുള്ളത്. ജൂതന്മാർ പറയുന്നത് പോലെ വ്യഭിചരിച്ച് പെറ്റ പെണ്ണല്ല മറിയം ബീവി എന്നത്. ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. വമറിയം ഇബ്നത ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹാ. ഏതൊരാൾക്കും ചിന്തിച്ചാലും ഏതൊരാൾക്കും കൃത്യമായ റബ്ബിന്റെ മറുപടിയാണ്. ഈസാ നബി എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിന് അഹ്സനത് ഫർജഹാ, ഒരു തെറ്റായ മേഖലയിലേക്ക് മറിയം ബീവി പോയിട്ടില്ല. ഉറച്ചു വിശ്വസിക്കുന്നു മുസ്ലിം, മറിയം ബീവി നല്ലൊരു പെണ്ണാണ്, ശുദ്ധ ഉള്ളവളാണ്, കൃത്യമായ നല്ല രൂപത്തിൽ നടന്നിട്ടുള്ള പെണ്ണാണ്, ചീത്ത പെണ്ണല്ല. കാരണം അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് അഹ്സനതു ഫർജഹാ, കൃത്യമായ നല്ല പെണ്ണാണ് എന്ന സർട്ടിഫിക്കറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. അത് മാത്രല്ല, മറിയമ്മിയുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ അയക്കുന്നുണ്ട്. എന്തിനാ മലക്കിനെ അയക്കണേ? സന്തോഷ വാർത്ത അറിയിക്കാനാണ്. യാ മറിയമു ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹു അൽ മസീഹു ഈസ ഇബ്നു മറിയം. യാ മറിയം, ഏ മറിയമേ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹു അൽ മസീഹു ഈസ ഇബ്നു മറിയം, ഒരു കലിമ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ആ കലിമയുടെ അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടിയുടെ പേര് ഇസ്മുഹു അൽ മസീഹ് ഈസ ഇബ്നു മറിയം. അതെ, മറിയമിന്റെ മകൻ ഈസയാണ് എന്ന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിന്റെ 16 മുതലുള്ള വചനങ്ങൾ ഈ ഒരു സമയത്ത് നമ്മളൊക്കെ വായിച്ച് ഭാഗം പഠിക്കേണ്ട ഒരു ഭാഗമാണ്. 16 മുതൽ 27 വരെയുള്ള വചനങ്ങളിൽ ഇതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ മറിയം ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. ആ ചെല്ലുന്ന സമയത്ത് മറിയം ബീവി എന്താണ് പറയുന്നതെന്നറിയോ? ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, നിന്നിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്നു. ഇൻ കുൻത തഖിയാ. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ യുവാവിന്റെ രൂപത്തിലാണ് മറിയം ബീവിയുടെ മിഹ്റാബിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ആ സമയത്ത് മറിയം ബീവി പറയുന്ന വാചകന്താ? നിന്നിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നുണ്ട്. നീ സൂക്ഷ്മതയുള്ളവനാണെങ്കിൽ എന്നിൽ നിന്ന് മാറിപ്പോകണം എന്നുള്ള നിലയിലൊക്കെ മറിയം ബീവി ആ സമയത്ത് പറയുന്നുണ്ട്. ഈ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിക്ക് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. എന്താണ് സന്തോഷ വാർത്ത? തീർച്ചയായും മറിയം ബീവി പറയാ, കാലത്ത് മറിയം ബീവി പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. എന്താണ്? ഒരു കുട്ടിയെ കുറിച്ച്, ഒരു ആൺകുട്ടിയെ കുറിച്ച്. മറിയം ബീവിയുടെ ചോദ്യം എന്താ? എനിക്കെങ്ങനെ കുട്ടി ഉണ്ടാകും? വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്താണ്? അവിടെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ല. വലം അകു ബഗിയ, ഞാനൊരു വ്യഭിചാരിണിയുമല്ല. എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല. അതല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുള്ള ഒരു ബന്ധത്തിൽ ഞാൻ ഏർപ്പെട്ടിട്ടുമില്ല.
പിന്നെ എങ്ങനെയാണ് എനിക്കൊരു കുട്ടിയുണ്ടാവുക? സഹോദരങ്ങളെ, രണ്ട് ചോദ്യത്തിന് ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം നടക്കുന്നത് സബബുകളുടെ, കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു കാര്യം നടക്കണമെങ്കിൽ കാരണം വേണം. നിങ്ങൾ ഇവിടെ വന്നത് എങ്ങനെ? വാഹനം ഉപയോഗിച്ചായിരിക്കാം, നടന്നായിരിക്കാം, പല സംവിധാനങ്ങളിലൂടെ ആയിരിക്കാം. നമുക്ക് ഇവിടെ എത്താൻ പല പല കാരണങ്ങളെയും നാം സമീപിച്ചിട്ടുണ്ട്. കാര്യം നടക്കാൻ കാരണങ്ങളെ അവലംബിക്കണം നമ്മൾ. കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് കാര്യം നടക്കണം. എന്നാൽ കാരണങ്ങളില്ലാതെ കാര്യം നടത്താൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിന് ആണ് വേണ്ട. എന്തിന്? ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ ആണ് വേണ്ട. എന്തേ കാരണം? ഈസാ നബിയെ മറിയം ബീവിയുടെ ഗർഭപാത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മം നൽകിയത് ഒരു ആണിന്റെ സ്പർശനമില്ലാതെയാണ്. ഇനിയോ ഒരു പെണ്ണ് വേണ്ട അല്ലാഹു ഒരു ജന്മം കൊടുക്കാൻ. എങ്ങനെയാണെന്നല്ലേ? ഹവ്വാ ബീവി അല്ലാഹു സൃഷ്ടിച്ചത് ആദമിന്റെ വാരിയെല്ലിൽ നിന്നാണെന്ന് പഠിച്ചവരല്ലേ നമ്മൾ. ഹവ്വാ ബീവിയെ ഒരു പെണ്ണില്ലാതെ ഒരു ജന്മത്തെ ഉണ്ടാക്കിയവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, ആണും പെണ്ണും വേണ്ട. ആദം അലൈഹിസ്സലാമയെ സൃഷ്ടിച്ചത് അങ്ങനെയല്ലേ? അല്ലാഹു ഖദീറുൻ, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എന്നാൽ ഇന്ന് സമൂഹം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഇതാ കുട്ടിയെ വേണോ? പാലക്കാട് ഒരു മരമുണ്ട്, അവിടെ ഊഞ്ഞാല് കെട്ടിയാൽ കുട്ടിയെ കിട്ടുമെന്ന് പഠിപ്പിക്കുമ്പോ, സഹോദര, ഒരു ചോദ്യം നിങ്ങൾ ആലോചിക്കുക. എങ്ങനെയാ ഒരു തൊട്ടില് കെട്ടുമ്പോഴേക്കും എനിക്കൊരു കുട്ടിയെ കിട്ടുന്നത്? എങ്ങനെയാ ഞാൻ അല്ലാഹയല്ലാത്ത ഒരാളിലേക്ക് പ്രാർത്ഥിക്കുമ്പോ എനിക്ക് എങ്ങനെയാ ഒരു കുട്ടിയെ കിട്ടുന്നത്? അതൊക്കെയാണ് അല്ലാഹയല്ലാത്തവരിലേക്ക് പ്രതീക്ഷ വെക്കുമ്പോ, അവലംബിക്കുമ്പോ അതിനെയൊക്കെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. അതിനപ്പുറം ഒരു ആണില്ലാതെ ഒരു കുട്ടിയെ കൊടുത്ത, ഒരു പെണ്ണില്ലാതെ ഒരു ജന്മം സൃഷ്ടിച്ച, ആണും പെണ്ണുമില്ലാതെ പുതുജന്മങ്ങളെ സൃഷ്ടിച്ച റബ്ബുണ്ടല്ലോ, അവൻ ആരാണെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. വെറുതെ പറയാൻ പഠിച്ചതല്ല. ഏതൊരു നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ആയത്തുൽ കുർസി പറഞ്ഞോ, മരണമല്ലാതെ സ്വർഗപ്രവേശനത്തിന് തടസ്സമില്ല. വെറുതെ അങ്ങ് അതരങ്ങൾ കൊണ്ടിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. അവന്റെ വിശ്വാസം അതായിരിക്കണം. അൽ ഹയ്യായിട്ടുള്ള, അൽ ഖയ്യൂമായിട്ടുള്ള, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന ആ റബ്ബിനോട് മാത്രമാണ് എന്റെ ഏത് തേട്ടവും ഉണ്ടായിരിക്കുകയുള്ളൂ. എന്റെ പ്രതീക്ഷ ആ റബ്ബിലേക്ക് മാത്രമാണ്. എല്ലാം കഴിവുള്ള റബ്ബിനെ അല്ലാതെ ഞാൻ പ്രാർത്ഥനകൾ അർപ്പിക്കില്ല എന്ന് കൃത്യമായി ജീവിതം കൊണ്ട് സമർപ്പിക്കാൻ സാധിക്കണം. സഹോദരങ്ങൾ, അങ്ങനെ അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയെ ഗർഭം ധരിപ്പിച്ചു. അങ്ങനെ മറിയം ബീവി ആരുമില്ലാത്ത ഒറ്റക്കുള്ള ഒരു സ്ഥലത്തേക്ക് മാറി. എന്നിട്ടോ അവിടെ മറിയം ബീവി ഗർഭിണി എന്ന അവസ്ഥയിൽ നിന്ന് പൂർണ്ണ ഗർഭാവസ്ഥയിലേക്ക് മാറി. അവിടെ നിന്ന് പ്രസവിക്കുകയാണ്. മഹദി പ്രസവിച്ചു. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സൂറത്ത് മറിയമിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ കൃത്യമായി ആ മറിയം ബീബി അലൈഹിസ്സലാമയിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുമ്പോൾ, ഒരു കുട്ടിയായി അതേ ജന്മം കൊടുക്കുമ്പോ, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഈസാ നബി അലൈഹിസ്സലാം സമൂഹത്തോട് പറഞ്ഞത് എന്താണെന്നറിയോ? സമൂഹത്തെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? എന്താണ് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? വ ഇന്നഹു ലഇൽമുൽ ലിസ്സാഅതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു,
ഫഅബ്ദു, നിങ്ങൾ ആരാധിക്കണം. ആരെ? റബ്ബി വറബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായിട്ടുള്ള അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. എന്റെ ഉമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നല്ല, മറിയം ബീവിയെ എന്ന് വിളിക്കണമെന്നല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, സക്കരിയ നബി അലൈഹിസ്സലാം മിഹ്റാബിന്റെ അടുക്കൽ വരുമ്പോ അവിടെ ഭക്ഷണമുണ്ട്. നേരിട്ട് ഒരു വലിയ കറാമത്താണ് മറിയം ബീവിയുടെ മുമ്പിൽ ആര് കാണുന്നത്? സക്കരിയ നബി അലൈഹിസ്സലാം കാണുന്നത്. കറാമത്ത് ബീവിമാരിലൂടെ പ്രകടമാകുന്ന അമാനുഷിക കാര്യങ്ങളെയാണ് എന്ത് പറയുക? കറാമത്ത് എന്ന് പറയുക. അമ്പിയാക്കളിലൂടെ പ്രകടമാകുന്നതിനെ മുഅ്ജിസത്ത് എന്നും നമ്മൾ പറയാറുണ്ട്, പഠിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലേ? മറിയം ബീവിയുടെ മുമ്പിൽ ഇങ്ങനെ ഭക്ഷണങ്ങൾ കാണുമ്പോ അതിങ്ങനെ കണ്ട് സക്കരിയ നബി ചെയ്യുന്ന പണി എന്താണെന്നറിയോ? മറിയം ബീവിയെ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല സക്കരിയ നബി അലൈഹിസ്സലാം. മറിച്ച് എന്താ ചെയ്തേ? അങ്ങോട്ട് മാറി നിന്നുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് സക്കരിയ നബി അലൈഹിസ്സലാം. എനിക്കൊരു കുട്ടിയെ തരണേ. സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ സക്കരിയ നബിയുടെ ചരിത്രം പഠിപ്പിക്കണം, നിങ്ങൾക്ക് വായിക്കണം ഇൻഷാ അല്ലാഹ്. ഈ ഒരു ഖുത്ബയിലൂടെ ആ മറിയം സൂറത്ത് ഇന്ന് മുഴുവനായിട്ടൊന്ന് പരിഭാഷ വെച്ച് നമ്മളൊന്ന് വായിച്ചാൽ സഹോദരങ്ങളെ, അത്ഭുതങ്ങൾ ജീവിതത്തിൽ നമുക്ക് വിശ്വാസപരമായിട്ടുണ്ടാകാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം എത്രയെത്ര അത്ഭുതങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോ ഈസാ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയിലൂടെ ജന്മം കൊടുക്കുമ്പോ ഒരിക്കലും ഈസാ നബി അലൈഹിസ്സലാം ആരല്ല? അല്ലാഹുവിന്റെ പുത്രനല്ല, അല്ലാഹുവിന്റെ പുത്രനല്ല, മറിയം ബീവിയുടെ പുത്രനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ എവിടെയും നമ്മൾ പരിശോധിക്കുമ്പോൾ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ വിഷയം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ വിശ്വാസത്തിലുള്ള പാളിച്ചകൾ ഒരിക്കലും കടന്നു വരാൻ പാടില്ല. ഇവിടെ ശിർക്ക് വരുന്ന മേഖലകളുണ്ട്. എവിടെയാണത്? ഈസാ നബിയെ ലാ തത്റൂനി കമാ അത്റത്തുൻ നസാറ, ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമയെ നസ്രാനികൾ അമിതമായി പുകഴ്ത്തി വാഴ്ത്തി അതിൽ കവിഞ്ഞതുപോലെ നിങ്ങൾ എന്റെ വിഷയത്തിൽ അതിൽ കവിയരുതേ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. എങ്ങനെയാ ഒരു പ്രവാചകനെ ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈസാ നബി അലൈഹിസ്സലാമയെ പിന്നീട് ദൈവപുത്രനായി ചിത്രീകരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ ചെറിയ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ്. അവൻ ജനിച്ചിട്ടുമില്ല, ജനിപ്പിച്ചിട്ടുമില്ല, ഒരാളുടെയും പിതാവുമല്ല, പുത്രനുമല്ല. ആരാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനൊരു പുത്രനില്ല, അവനൊരാളുടെയും പിതാവല്ല എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, ഇന്ന് വരെ ഓതിയിട്ടുള്ള സൂറത്തു കഹ്ഫ് ഉണ്ടല്ലോ, ആ സൂറത്ത് കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഈ പരിശുദ്ധ ഖുർആൻ എന്തിനാണ് അവതരിപ്പിച്ചത്? ഈ ഖുർആൻ എന്തിനാ ഇറക്കിയേ? ഈ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളൊക്കെ ഓതിയ സൂറത്തു കഹ്ഫിൽ അതിന്റെ തുടഭാഗത്തിൽ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. വയുൻദിറ താക്കീത് നൽകാൻ വേണ്ടിയാണ്. ആർക്കാണെന്നറിയോ? ഖാലു, അവർ പറയുന്നു ഇത്തഖദല്ലാഹ്, അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, വലദൻ, ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നവർ. ആരൊക്കെയാ വാദിച്ചത്? മക്കയിലെ മുശ്രിക്കീങ്ങൾ
മുഅ്മിനീങ്ങൾ വാദിച്ചില്ലേ? അവരെന്താ പറഞ്ഞത്? മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞവരാണവർ. യഹൂദികൾ വാദിച്ചില്ലേ? ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞവരാണവർ. അതേ ക്രിസ്ത്യാനികൾ വാദിച്ചില്ലേ? ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണെന്ന് വാദിച്ചവരല്ലേ? അവർക്കൊക്കെ താക്കീത് നൽകാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ. എന്താണ് താക്കീത് എന്നറിയോ? മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലി ആബാഇഹിം, അവർക്കും അവരുടെ പിതാക്കന്മാർക്കും ഈ വിഷയത്തിൽ ഒരു അറിവുമില്ല. കബുറത്ത് കലിമത്തൻ, എത്ര വലിയ ഗൗരവമുള്ള അപകടകരമായിട്ടുള്ള കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായുകൾക്കുൾ നിന്നുകൊണ്ട് അവർ പറയുന്നത് എത്ര വലിയ കാര്യമാണ്. യഖൂലൂന ഇല്ലാ കദിബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിച്ചത് അവർ കള്ളമല്ലാതെ പറയുന്നില്ല. വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ. എത്ര വ്യക്തമാണ്, എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിച്ചത്. അവിടെ കൊണ്ട് തീരുന്നില്ല സഹോദരങ്ങളെ. ഈസാ നബി അലൈഹിസ്സലാമയെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഉത്ബോധനങ്ങളിൽ ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടില്ല. വമാ സലബൂഹു വമാ ഖതലൂഹു, അവർ ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടില്ല, കൊന്നിട്ടില്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഖുർആനിന്റെ സന്ദേശമാണ്. പിന്നെയോ എന്നിട്ടോ ആരാണവർ? ജൂതന്മാർ ഈസാ നബി അലൈഹിസ്സലാമയെ കുരിശിൽ തറച്ചു എന്ന് പറയുന്നവരാണ്. അവർ ഈസാ നബിയെ കൊന്നുകളഞ്ഞു. അവരുടെ വാദം എന്താ? മറിയമിൽ പിഴച്ചു പെറ്റ ഈസാ എന്നാണ് ജൂതന്മാര് വാദിക്കുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലേ, ഇസ്ലാം എത്ര സുന്ദരമായിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാമയെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും അല്ലാഹുവേ ഈസാ നബിക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഓരോ മുസ്ലിമും. സഹോദരങ്ങൾ ആലോചിക്കണം. എന്നാലോ അതേ ഈസാ നബി അലൈഹിസ്സലാമയെ കുരിശിൽ തറച്ച് ആ കാലഘട്ടത്തിലല്ല, പിന്നീട് കുറെ അങ്ങ് കഴിഞ്ഞപ്പോ പിന്നീട് പുതിയൊരു വിശ്വാസം അവിടെ രൂപപ്പെടുകയാണ്. എന്താ വിശ്വാസം എന്നറിയോ? അതൊക്കെ നമ്മൾ പഠിക്കണം. എന്തിനാ? തർക്കിക്കാനല്ല, കൃത്യമായ ദീനിന്റെ വിവേചനങ്ങളെ മനസ്സിലാക്കാൻ. എന്താ അവിടെ വിശ്വാസം രൂപപ്പെട്ടത്? ഈസാ അലൈഹിസ്സലാം കുരിശിൽ തറക്കപ്പെട്ടത് പോലും എന്തിനു വേണ്ടിയാണ്? ആദം നബി അലൈഹിസ്സലാം കഴിക്കാൻ പാടില്ലാത്ത ഖനി, ആ പഴം കടിച്ചതിന്റെ പാപം, ആ പാപത്തിനുള്ള പരിഹാരമായി ഇതാ മനുഷ്യരിലേക്ക് ദൈവം പുത്രനായി അവതരിച്ച് എന്നിട്ട് എല്ലാവരുടെയും പാപം ഏറ്റെടുത്ത് കുരിശിൽ തറച്ച് മരണപ്പെട്ടതാണെന്ന് ഇതാ പിന്നീട് ഒരു വിശ്വാസം കടന്നു വരികയാണ്. ചിന്തിക്കണേ സഹോദരങ്ങളെ, അടിസ്ഥാനം എന്താ? ഇന്ന് പറക്കുന്ന കുട്ടി പോലും പാപിയാണ്. എങ്ങനെയല്ലെങ്കിൽ എന്നറിയോ? എങ്ങനെയല്ലെങ്കിൽ എത്ര വൈകൃതമായ, എത്ര അപകടകരമായിട്ടുള്ള സന്ദേശമാണ് ലോകത്തിന് കൊടുക്കുന്നത്. ഒന്നും അറിയാത്ത സുന്ദരമായി നല്ല ഒരു പൂമുഖത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പോലും പാപിയാണത്രേ. ഇസ്ലാം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു കുട്ടിയും ശുദ്ധ പ്രകൃതിയിലാണ്, സുന്ദരമായ കളങ്കമില്ലാത്ത പളുങ്ക് ഹൃദയത്തിന്റെ അവകാശികളാണ് ഏതൊരു കുട്ടിയും എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എന്നാലോ ഇവിടെ എല്ലാ കുട്ടികളും പാപികളാണ്. ഈ പാപം അവരിൽ നിന്ന് കറകളഞ്ഞു പോകണമെങ്കിലോ, ഇത് വെറുതെ പറഞ്ഞാൽ ഒരു ട്രെയിൻ യാത്രയിൽ ഒരു പാസ്റ്ററായിട്ട് സംസാരിക്കാൻ ഇടവന്നു. അപ്പോ അദ്ദേഹം ഇത് കൃത്യമായിട്ട് പറഞ്ഞു. എന്ത്? ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ നിങ്ങളും പാപിയായിട്ടാണ് മരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇപ്പൊ ജനിക്കുന്ന കുട്ടിയോ? ഇപ്പൊ ജനിക്കുന്ന കുട്ടിയോ? ആ കുട്ടിയും പാപിയാണ്. ആലോചിക്കുക, എത്ര ഗൗരവമാണ്. അവസാനിപ്പിക്കണം സഹോദരങ്ങൾ. ഒരു വിഷയം കൂടി ചേർത്ത് വെച്ചുകൊണ്ട്, അല്ലെ, ഇവിടെ ദൈവത്തിന് പുത്രനുണ്ടായി, അതിന്റെ പേരിലുള്ള ആഘോഷങ്ങൾ ഇതാ സംഘടിപ്പിക്കുകയാണ്. ആഘോഷിക്കണ്ട എന്ന് പറയൽ തീവ്രവാദം.
ആഘോഷിക്കട്ടെ, ആ മതത്തിലെ ആളുകൾ ആഘോഷിച്ചു കൊള്ളട്ടെ, യാതൊരു സംശയവുമില്ല. അതിനെ എതിർക്കാനോ അത് പാടില്ലെന്ന് പറയാനോ ഒന്നും നമ്മൾ ആളുകളല്ല. പക്ഷേ മുസ്ലിം സമൂഹമേ, നിങ്ങളോട് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. എന്തേ കാരണം? നമ്മൾ ആഘോഷിക്കുന്നില്ല എന്ന ഉറപ്പ് നമ്മൾ വരുത്തണം, അല്ലെ? നമ്മൾ ആഘോഷിക്കുന്നില്ല എന്ന ഉറപ്പ്. സഹോദരങ്ങളെ, ഇവിടെ ചില രാഷ്ട്രീയ വാചകങ്ങളിൽ നിന്ന് വന്ന ഒരു വാചകമുണ്ട്, മത സൗഹാർദ്ദം എന്നുള്ളത്. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാ മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടുക? അല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് വിശ്വസിക്കുന്ന മതവും, മുക്കോട് മുക്കു ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന മതവും, ഏകദൈവ ആരാധനയെ പ്രൊമോട്ട് ചെയ്യുന്ന മതവും എങ്ങനെയാ ഐക്യപ്പെടുക? അത് വക്രതയല്ലേ? അത് കളങ്കമുള്ള മനസ്സിന്റെ വർത്തമാനമല്ലേ? ഉള്ളിലിങ്ങനെ എന്തോ ഒരു വക്രത വെച്ചുകൊണ്ടുള്ള സംസാരമാണ്. ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാ ഇതൊക്കെ പറഞ്ഞാൽ പോലും എങ്ങനെയാ അവിടെ സൗഹാർദ്ദം ഉണ്ടാകാം? എന്നാലുണ്ട് മനുഷ്യ സൗഹാർദ്ദം. കേച്ചേരിയിലെ ടൗണിൽ ഒരാൾ ആക്സിഡന്റ് ആയി കിടക്കുമ്പോ അവന്റെ ജാതി നോക്കാതെ അവന്റെ രക്തം അത് ചുവപ്പാണ്, അത് മനുഷ്യന്റെ രക്തമാണ്, അതേ അവനെ എടുത്തുകൊണ്ട് ഇങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അതാണ് മനുഷ്യ സൗഹാർദ്ദം എന്ന് പറയുന്നത്. അവന്റെ ജാതി നോക്കാതെ, മതം നോക്കാതെ, അവന്റെ കുലം നോക്കാതെ, അവന്റെ നിറം നോക്കാതെ അവനെ സഹായിക്കണമെന്ന ഇസ്ലാമിന്റെ വലിയ വിഭാവന ഉണ്ടല്ലോ. അതാണ് നമ്മൾ ഇവിടെ സൂക്ഷിക്കേണ്ടത്. ജൂതനായ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്റെ വീട്ടിൽ പൈസ കടം ചോദിച്ചിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മറ്റു ഇതര ആളുകളുമായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ? എത്ര സുന്ദരമായി പഠിപ്പിക്കുന്നതാ. എന്നാലോ മറ്റു ഇതര ആഘോഷങ്ങളിൽ ഇടകലരുന്ന ഒരു സ്വഭാവം ഇല്ല, അത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. എനിക്കെന്റെ വിശ്വാസമുണ്ട് അല്ലെ? ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തനോട് വാട വീട്ടിൽ നിന്ന് നല്ല ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞാല് അവനെന്താ പറയാ? ഞാൻ പറയും, അവനെ വിളിക്കൽ തന്നെ അവനെ അവഹേളിക്കലാണ്. വിളിക്കാൻ പാടില്ല. കാരണം എന്താ? റെസ്പെക്ട് ചെയ്യണം. അവന്റെ മതത്തിലെ വിശ്വാസത്തെ അവൻ കൊണ്ടു നടക്കുന്നതിന് അവനെ കളിയാക്കലാണ്. ഒരു ബിരിയാണി വെച്ച് ആ സമയത്ത് വിളിക്കല്, അത് കളിയാക്കലാണ്. അവനെ വിളിക്കാൻ പാടില്ല, അവനെ റെസ്പെക്ട് ചെയ്യണം. എന്താണ്? അവന്റെ വിശ്വാസമാണ്. ആയിക്കോട്ടെ, അവന്റെ വിശ്വാസമാണ്. അതേപോലെ തന്നെ പച്ചക്കറി മാത്രം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് നോമ്പെടുത്ത ഏതെങ്കിലും നോയമ്പുള്ള ക്രിസ്ത്യാനികളെ അവരെ ഇറച്ചി വെച്ചിട്ട് ഒരുപാട് കഴിക്കാന്ന് പറഞ്ഞു വിളിക്കാൻ പാടില്ല. ഇതേപോലെ തന്നെയാണ് ഏകദൈവ ആരാധനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ബഹുദൈവ ആരാധനകളിൽ പോയി എന്ത് ചെയ്യരുത്? തിക്കും തിരക്കും കൂട്ടാൻ പാടില്ല. ഇന്ന് പലപ്പോഴും പല വീടുകളിലും നക്ഷത്രങ്ങൾ തൂങ്ങിയിട്ടുണ്ട്. പല വീടുകളിലും പല നിലത്തിലുള്ള പുൽക്കൂടുകൾ കാണുന്നുണ്ട്, അല്ലെ? പപ്പാനി കളിക്കാനും അതല്ലെങ്കിൽ അതിന്റെ ഒരു രൂപത്തിലൊക്കെ നമ്മുടെ കുട്ടികളൊക്കെയാണ് ഇറങ്ങുന്നത്. ഇവിടെയൊക്കെയാണ് ഒരു അതിർവരമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണത്? വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഖദബനി ഇബ്നു ആദം, ആദമിന്റെ സന്തതി എന്നെ കളവാക്കി, വലം യകുൽ ലഹു അവൻ എന്നെ ചീത്ത പറഞ്ഞു. എന്താണ്? ആദമിന്റെ പുത്രൻ എന്നെ കുറിച്ച് പഴി പറഞ്ഞു, അതും അവൻ പറയാൻ പാടില്ലാത്തതായിരുന്നു. എന്നെ അവൻ എന്തു പറഞ്ഞു? പഴി പറഞ്ഞതാകട്ടെ എന്താണ്? എനിക്കൊരു സന്താനമുണ്ട് എന്നവൻ പറഞ്ഞതാണ് എന്നെ കുറിച്ചുള്ള പഴി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എന്താണ്? എനിക്ക് എന്തില്ല? ഒരു നിലക്കും ഒരു സന്താനവുമില്ല. ഒരു സന്താനം ഉണ്ടെന്ന് വാദിക്കൽ, അതിന്റെ ആ വിഷയത്തിൽ വരുന്ന ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കൽ, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന രൂപത്തിൽ അതിനെ സഹകരിക്കലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു, എന്ത്? വഖാലു ഇത്തഖദ റഹ്മാൻ വലദ, അവർ പറഞ്ഞു അല്ലാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, തീർച്ചയായും അവർ അത്ര ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. തകാദു സമാവാതു യതഫത്തറന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ, ആകാശഭൂമികൾ പൊട്ടിപ്പിളർന്ന് പർവ്വതങ്ങൾ തകർന്നു പോകുമാറ് ഗൗരവമുള്ള വാചകങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്താണത്? പരമകാരുണ്യകന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്നതിലൂടെ അതൊക്കെയാണ് സംഭവിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇസ്ലാം മറ്റുള്ളവരോട് ഇടപെടുന്നതിൽ യാതൊരു നിലക്കുമുള്ള
ഒരു തടസ്സവും പറയുന്നില്ല. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ. ദീനിന്റെ വിഷയത്തിൽ നിങ്ങളെ ഇവിടെ യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾക്ക് നന്മ ചെയ്യുന്നതിനോ അവരോട് നീതിയോടെ വർത്തിക്കുന്നതിനോ അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. എത്ര വ്യക്തമായിട്ടുള്ള ധാരണയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവിന്റെ ആജ്ഞ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രമായിരുന്നു. ഈസാ നബി സന്താനമാണ് അല്ലാഹുവിന്റെ എന്ന വാദം അതീവ ഗൗരവമുള്ള വാദമാണ്. അതുകൊണ്ട് ആ വാദത്തെ ഒരു നിലനിൽപ്പും അതിനോട് സഹകരിക്കുന്ന ഒരു സ്വഭാവവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിന്റെ 72ാമത്തെ ആയത്തിൽ ഇബാദുർ റഹ്മാനിന്റെ ക്വാളിറ്റികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചപ്പോൾ വല്ലദീന ലാ യശ്ഹദൂന സൂറ, ലാ പ്രയോഗം നമുക്കറിയാം. അവരെന്ത് ചെയ്യൂല? സൂറിന് സാക്ഷികളാകൂല. അവിടെ സൂർ എന്ന വാക്കിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ വിശദീകരിച്ചപ്പോൾ അവിടെ പറഞ്ഞു ബിഅയാദിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ ഈദിന് എന്ത് ചെയ്യൂല? അവർ സാക്ഷികളാവുകയില്ല. വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. ഉത്സവങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരാണ് ചിന്തിച്ചു. തട്ടിട്ട കൊണ്ട് ഞങ്ങളുടെ നാട്ടില് എന്തുണ്ടാവാറുണ്ട്? ആലുവയില് അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്, എന്താണ് ഞാൻ മറന്നുപോയി. അവിടെ ശിവരാത്രി എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കൂടുതൽ പോകുന്നത് മുസ്ലിം കൗമാണ്, കമ്മ്യൂണിറ്റിയാണ്. എന്താണ് സമൂഹത്തിന് പറ്റിയത്? പരിശുദ്ധ ഖുർആൻ ഇത്ര കൃത്യമായി പറഞ്ഞ കാര്യം. എന്തുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു സഹോദരങ്ങളെ? അവിടെ അവരുടെ ഉത്സവമാണ്, അത് അവർ ആഘോഷിക്കട്ടെ. അവരുടെ ഉത്സവം അവർക്ക് ആഘോഷിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. അവർ ആഘോഷിച്ചു കൊള്ളട്ടെ. അതിന്റെ ഇടയിൽ കിടന്ന് തിക്കിത്തിരക്കി അവർക്ക് മര്യാദക്ക് അത് ആഘോഷിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് മുസ്ലിം സമൂഹം എന്ത് ചെയ്യാൻ പാടില്ല? അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ പാടില്ല. എന്താണ്? മുശ്രിക്കീങ്ങളുടെ ഈദാണ്. ഇനിയോ ചില ആൾക്കാരൊക്കെ വിചാരിക്കും എന്തൊപ്പം അങ്ങനെ. ഇപ്പൊ ചുമന്ന കുപ്പായം ചുമന്ന കുപ്പായത്തിന് വെള്ളപ്പുള്ളിയുള്ള ഡ്രസ്സ് വരാൻ പോകുന്ന ട്രെൻഡിലെ ഒക്കെ എല്ലാവരും. അപ്പൊ എന്താ അതിട്ട പ്രശ്നം? ആരെങ്കിലും ഒരു കൗമിനോട് സദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊന്നല്ല, ഇത് ഇങ്ങനെയൊക്കെയുള്ള സുന്ദരമായ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിച്ച് ആ വിശ്വാസത്തെ ബഹുമാനിച്ച ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. എന്റെ വീട്ടിലേക്ക് ഒരു കേക്കായിട്ട് എന്റെ അയൽവാസി, തൊട്ട അയൽവാസി, അയാൾ പുതുതായിട്ട് വന്ന് താമസിച്ചതാ. അൽഹംദുലില്ലാഹ് അയാൾ വന്നപ്പോ എന്ത് ചെയ്തു? ഞാൻ ഉണ്ടായിരുന്നില്ല, വൈഫായിരുന്നു. വൈഫ് പറഞ്ഞു ഞങ്ങള് ഇതിന്റെ കേക്കൊന്നും കഴിക്കാറില്ല. അൽഹംദുലില്ലാഹ് മക്കളും പറഞ്ഞു ഞങ്ങൾ ഇങ്ങനൊന്നും കഴിക്കാറില്ല. ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാല് അപ്പൊ തന്നെ അവര് ഒരു ഡിസംബർ തുടങ്ങിയപ്പോ തന്നെ കേക്കായിട്ട് വന്നു. ഇതിന്റെ പേര് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ രാത്രി ഞാൻ വന്നപ്പോ പിള്ളേരെ ഞങ്ങൾ വീട്ടിൽ ചെന്നു. ഇത് സംസാരിച്ച് ഒന്നും തോന്നരുത്, ഞങ്ങളുടെ വിശ്വാസം ഇതാണ്, ദൈവത്തിന് പുത്രനില്ല എന്ന വിശ്വാസമാണ് എന്റെ. ആ വിശ്വാസം ഞാൻ വെച്ചുകൊണ്ട് എങ്ങനെയാ ഒരു പുത്രനുണ്ട് അതിന്റെ പേരിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷത്തിൽ ഞാൻ മധുരം കഴിക്കണേ? എങ്ങനെ? അതുകൊണ്ടാണ് കഴിക്കാത്തത്. നിങ്ങളൊരു ചായ ഒന്നും ഞാൻ കുടിക്കും, ഒരു ചായ ഒന്നും ഞാൻ കുടിക്കും, ഞാൻ കുടിച്ചിട്ട് പോകുള്ളൂ. ഒരു എന്തെങ്കിലും തിന്നാന്ന് ഞാൻ കഴിക്കും. അതൊക്കെ അവിടെ നിന്ന് കഴിച്ച് അൽഹംദുലില്ലാഹ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമുണ്ടല്ലോ. അവർക്ക് നമ്മുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലായി. ആ സൗഹാർദ്ദം ഇന്നും ഉണ്ട്. ഏറ്റവും നല്ല അയൽവാസിയായിട്ട് ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നുണ്ട് അൽഹംദുലില്ലാഹ്. പറയേണ്ടതും പ്രഖ്യാപിക്കേണ്ടടുത്തും നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എല്ലാവർക്കും ഒരു പേടിയാണ്. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞാൽ പിന്നെ കച്ചവടം പോകുമോ? ഞാനിപ്പോ അവിടെ പറഞ്ഞ എന്റെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടും? ഒന്നും നഷ്ടപ്പെടൂല. റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്, റാസിഖ് അല്ലാഹുവാണ്. അതുകൊണ്ട് ഒരു പേടി വേണ്ട. ദീനെന്ത് ചെയ്യാൻ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവരും അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ച് ജനങ്ങൾക്ക് ചെറിയ ഒരു മുഷിപ്പുണ്ടായാലും പിന്നീട് എന്ത് ചെയ്യും? അള്ളയും അവനെ ഇഷ്ടപ്പെടും, ജനങ്ങളും അവനെ ഇഷ്ടപ്പെടും. ആര് പറഞ്ഞതാ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അള്ളാന്റെ തൃപ്തി അവിടെ ഒഴിവാക്കിയിട്ട് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ഒരാള് പ്രവർത്തിച്ചാലോ?
അള്ളയും അവനെ വെറുക്കും, പിന്നീട് ജനങ്ങളും വെറും. ഇത് വഹ്യാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിക്കാം അല്ലെ. ഇപ്പൊ സ്കൂളൊക്കെ ഈ സെലിബ്രേഷൻ നടക്കുന്ന ഒരു സമയത്തേക്കാണ് ഇങ്ങനെ പോകണത് അല്ലെ, കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അവിടേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അവിടെയൊക്കെ മക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തും. ഇന്നൊരു കാലത്ത് നിർബന്ധിക്കലും നടക്കും, ബോധ്യപ്പെടുത്തലാണ് ഇനി വേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീൻ അടിയുറച്ച് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പിഴവുകളിൽ നിന്നും നമ്മൾ അകറ്റി നിർത്തുമാറാകട്ടെ. അവന്റെ ദീനിനെ കൃത്യമായി ഉൾക്കൊള്ളുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഒരു കാര്യം സൂചിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്, ഇന്നത്തെ നമ്മുടെ ബക്കറ്റ് കളക്ഷൻ നമ്മുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസ മറ്റു കാര്യങ്ങളൊക്കെ ചെലവുണ്ട്. നമ്മുടെ വീട്ടിലെ ചെലവ് നമുക്കറിയാം. അങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു പള്ളി കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എത്ര ടെൻഷനാ. ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കേണ്ടതുള്ളൂ. പള്ളി കമ്മിറ്റിയിലെ സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ ആ പള്ളിയിലെ ഒരു മാസത്തെ റൗണ്ട് ആക്കാനുള്ള ഒരു ബാധ്യത, അതിന്റെ പുറകിൽ ചിന്തയൊക്കെ വേണ്ടേ. നിങ്ങളൊക്കെ എല്ലാവരും ഓരോ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യണവരൊക്കെ ആയിരിക്കുമല്ലോ. ഒരു കട നടത്തുന്ന ഒരാൾക്ക് അവിടെ സ്റ്റാഫ് രണ്ടുപേരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് മാസാവസാനം ശമ്പളം കൊടുക്കണം അല്ലെ. ആ ശമ്പളം കൊടുക്കാൻ അയാള് കച്ചവടം കുറഞ്ഞൊരു സമയമാണെങ്കിൽ അയാളുടെ മനസ്സിലുള്ളൊരു ടെൻഷൻ എന്തായിരിക്കും. ഞാൻ പറയുന്നത് നമ്മുടെ ബാധ്യത, പൊതുവായ ബാധ്യതയാണ് ഒരു പള്ളിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കളക്ഷൻ നമ്മുടെ പള്ളി പരിപാലനത്തിന്റെയാണ്. ആത്മാർത്ഥമായിട്ട് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്, അത് ഇഖ്ലാസോട് കൂടി എന്ത് ചെയ്യാം, നമ്മൾ അതിൽ ഒരു ശ്രദ്ധ പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സഹായിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.